കഴിഞ്ഞ ദിവസം ഇറാനിലെ ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലെ ഫ്രഞ്ച് ഭാഷാ വിദ്യാർത്ഥിയും 30-കാരിയുമായ ആഹു ദരിയേരി ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും പുതിയ പ്രതീകമായി മാറുകയായിരുന്നു. ഹിജാബ് ധരിക്കാത്തതിന് സെക്യൂരിറ്റി ഗാർഡുകൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഈ പെൺകുട്ടി സർവകലാശാല ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിയെ പിന്നാലെ തന്നെ അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോഴിതാ ഇതിനൊരു തുടർക്കഥയെന്ന പോലെയാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. എന്നാൽ ഈ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തുമായി പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഹിജാബ് ധരിക്കാത്തവരെല്ലാം മാനസിക രോഗികളും തെറ്റുകാരുമാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത്. ചികിത്സയ്ക്കായല്ല ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ ജയിലിലടയ്ക്കാനുള്ള കേന്ദ്രമായാകും ഇത് പ്രവർത്തിക്കുക എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഷേധക്കാരെ മാനസിക രോഗികളാക്കി മുദ്രകുത്തി പീഡിപ്പിക്കുകയും നിർബന്ധിതരാക്കി ചികിത്സിക്കുകയും ചെയ്യുന്ന ഇറാന്റെ നടപടിക്കെതിരെ പല മനുഷ്യാവകാശ ഗ്രൂപ്പുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഹിജാബ റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്നാണ് പുതിയ ചികിത്സാ കേന്ദ്രത്തിന് പേരിട്ടിരിക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ഇറാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ഈ തീരുമാനമെന്നാണ് വനിതാ അവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്ലിനിക്കുകൾ സ്ത്രീകൾക്ക് ഹിജാബ് വിഷയത്തിൽ ശാസ്ത്രീയമായും മാനസികമായും ചികിത്സ നൽകും. അലി ഖമേനിയുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിലാണ് ടെഹ്റാൻ ആസ്ഥാനമായുള്ള വനിതാ കുടുംബ വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇറാനുടനീളം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണം നിയന്ത്രിക്കുന്നതിന് കർശനമായ മതപരമായ നിയന്ത്രണങ്ങൾ നിർവചിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംഘടനയുടെ ചുമതല.